ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്നത് ഗോൾഡ് സൂക്കിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ തന്നെ ഞങ്ങൾ ദുബായിലുള്ള ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് ഡിസ്കവറി ഗാർഡനിലാണ്. ഇതാണ് ഡിസ്കവറി ഗാർഡൻ്റെ വ്യൂ വരുന്നത്. മെട്രോ സ്റ്റേഷനിലേക്ക് ഞങ്ങൾക്ക് റൂമിൽ നിന്ന് ഈ കാണുന്ന ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മോർണിംഗ് ഒരു 10 o'clock ഞങ്ങളിന്ന് പോകുന്നത് മെട്രോയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറൊന്ന് ജസ്റ്റ് ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് വോക്ക് ചെയ്യാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 year നമ്മൾ ഡിസ്കവറി ഗാർഡനിലേക്ക് മൂവ് ചെയ്തിട്ടായിട്ടുള്ളൂ. അതിനു മുന്നേ നമ്മൾ അൽഫുർജാൻ ആയിരുന്നു റൂം എടുത്തിരുന്നത്. ഡിസ്കവറി ഗാർഡൻ ലൊക്കേഷൻ അത്യാവശ്യം നല്ല കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാ ബിൽഡിങ്സും കുറച്ച് പഴക്കമുള്ളതാണ്. നല്ല സൺലൈറ്റ് ഉണ്ട്. ഇത് ഈ കാണുന്നത് നമ്മുടെ മെട്രോ സ്റ്റേഷനാണ്. ഇതിലൂടെ ഈ ടൈമിൽ ഇപ്പോൾ ഒരു മെട്രോ പോകുന്നുണ്ട്. ഓരോ 5 minutes കൂടുമ്പോഴും നമുക്കിവിടെ മെട്രോ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ UAEയിലുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. അല്ലാത്ത ആൾക്കാർ ജസ്റ്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് ഇയറിലുണ്ടായ ആ റെയിൻ ഉണ്ടായിട്ട് ഇവിടെ കുറച്ചധികം ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കുറച്ച് എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഡിസ്കവറി ഗാർഡൻ, അൽഫുർജാൻ എന്നീ ഭാഗങ്ങളൊക്കെ. പിന്നെ എന്ത് പറയാനാണ്, ഡിസ്കവറി ഗാർഡനിൽ എല്ലാ മോർണിംഗിലും 7 o'clock ഫ്രീ ആയിട്ട് ഒരു യോഗ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ യോഗ സെഷൻ ഉണ്ട് മോർണിംഗിൽ. ഇവിടെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക്. അൽഫുർജാൻ മെട്രോ സ്റ്റേഷനിൽ തന്നെ റൈറ്റ് ഓപ്പണിംഗ് സൈഡിൽ ഒരു നല്ല ടീ ഷോപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ ടീയും സ്നാക്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നോൾ കാർഡെല്ലാം ടോപ്പപ്പ് ചെയ്തിട്ട് നമ്മൾ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. മെട്രോയിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ബുർജുമാനിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് വാക്ക് ചെയ്തിട്ട് പോവാണ്. ഇപ്പോൾ നമ്മളുള്ളത് ദുബായ് മ്യൂസിയത്തിൻ്റെ അവിടെയാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഇടയിലൂടെ നടന്നിട്ട് വേണം നമുക്ക് അബ്രയിലെത്താൻ. ഈ അബ്രയിൽ കുറേ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുള്ള ഏതെങ്കിലും ഒരു ബോട്ട് സർവീസ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. എന്നാലേ നമ്മൾ ഗോൾഡ് സൂക്കിൽ അല്ലെങ്കിൽ ഓൾഡ് സൂക്കിൽ എത്താൻ പറ്റുള്ളൂ. ഈ മ്യൂസിയത്തിൽ ഒരുപാട് ഫുഡ് റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ആർട്ട് ഗാലറിയും എല്ലാം ഉണ്ട്. നമ്മൾ നടന്നിട്ട് അബ്രയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ RTയുടെ തന്നെ ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മെട്രോയുടെ നോൾ കാർഡ് യൂസ് ചെയ്ത് പഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഇത്. ഇതെൻ്റെ ഫസ്റ്റ് തവണയാണ് ഞാൻ RTA ബോട്ടിൽ പോകുന്നത്.
അങ്ങനെ നമ്മളിപ്പോൾ ഓൾഡ് സൂക്കിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് വ്യൂ വരുന്നത്. നമ്മളീ പോകുന്നതിൻ്റെ 2 സൈഡിലായിട്ടും ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ടും നല്ല ഊതും അത്തറും അതുപോലെ തന്നെ നല്ല ഹെർബ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല റഷ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ഇവർ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ടൂറിസ്റ്റുകളെയാണ്. ഞാൻ ചെറുതായിട്ട് ഈ വ്യൂ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ ഹെർബ്സും അതുപോലെ സ്പൈസസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പഴയ ഒരു സ്റ്റൈലിലാണ് ഇവർ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ദുബായിലെ വേറൊരു വൈബാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഗോൾഡ് സൂക്ക്. ഇവിടെ ഒരുപാട് ഗോൾഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇവിടെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന റിങ് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സൈസിലുള്ള ഗോൾഡിൻ്റെ റിങ്ങാണത്രേ. ഇത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തിക്കും തിരക്കുമാണ്. ഗോൾഡ് മാത്രമല്ല സിൽവറും പ്ലാറ്റിനവും ഡയമണ്ടും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ആക്ച്വലി ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് 2018 നമ്മുടെ ഒരു അങ്കിൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഷോപ്പിൽ. അപ്പോൾ ഇതൊക്കെയാണ് ദുബായിലെ ഗോൾഡ് സൂക്കിലെ വിശേഷം. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഗോൾഡ് ലാൻഡാണ് കേട്ടോ. ഇതിനേക്കാളും കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷനാണ്. നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇവിടെ വന്നാൽ നമ്മൾ മന്തി കഴിക്കേണ്ടത് നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മൾ കഴിച്ചതൊരു മട്ടൻ മന്തിയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനി റിട്ടേൺ പോകാനുള്ള പരിപാടിയാണ്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് മെട്രോ പിടിച്ച് വരാമെന്ന് വിചാരിച്ചത്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് മെട്രോ ഇല്ല. അതുകൊണ്ട് തന്നെ പാംദേര മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബുർജുമാനിൽ പോയിട്ട് മെട്രോ ചേഞ്ച് ചെയ്യണം. നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി തന്നെ KP ചായയുടെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നിന്ന് നമ്മളൊരു ചായ വാങ്ങി കുടിച്ചിട്ട് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗോൾഡ് സൂക്കിൻ്റെ വീഡിയോ വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്